ശനിയാഴ്ചയിലത്തെ പ്രദർശനം കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടെ വരും. ഇവിടെ വന്ന് നമ്മളാ കുരിശുതറയിൽ അവിടെ നമുക്കൊരു പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയകത്തേക്ക് കയറുന്നുണ്ട്. കൊടി തയ്യാറാക്കിയില്ലേ? അപ്പോഴേ നമ്മുടെ ഇടവകയുടെ മാർനർസി ഇടവകയുടെ 40ാം തിരുനാൾ ആഘോഷം നമ്മുടെ പടിവാതിക്ക് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ഇപ്പോൾ ഇവിടെയുണ്ട്. ഓരോ കമ്മിറ്റികളും നിങ്ങളുടെ തയ്യാറെടുപ്പ് എവിടം വരെയായി ഒന്ന് വിശകലനം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ മാഷിൻ്റെ ചാർജ് ഇലക്ട്രിക് എന്തായി ഇപ്പോൾ അതിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ജനറേറ്റർ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പള്ളി ചുറ്റും ലൈറ്റുകൾ, അത്യാവശ്യം റോഡിലേക്ക് വേണ്ട ലൈറ്റ് സംവിധാനങ്ങൾ. അപ്പോൾ പള്ളി ആകെ ഇടിമിന്നൽ പോലെ മിന്നിത്തിളങ്ങുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കോൺട്രാക്ടറെ സംബന്ധിച്ചിട്ടുണ്ട്. ആ ഒരു ദിവസം 2-3 ദിവസം മുൻപേ വന്ന് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഒരു ട്രയൽ അത് നടത്തി തരും. അപ്പോൾ ആ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി യൂസിൻ്റെ കളിയാണ് കേട്ടോ നിങ്ങളുടെ. കാരണം നമുക്ക് പ്രദർശനം ഒരു വലിയ കടമ്പയാണ്. കാരണം 2 പെരുന്നാളിൽ ഉണ്ട് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് റോഡിൽ ഭയങ്കര ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒക്കെ നിയന്ത്രണം ഇതൊക്കെ നിങ്ങളുടെ ചുമതലയാണ്. കാരണം ഞങ്ങൾ പൈസ അത് പറ്റില്ല, അതുകൊണ്ട് പറയാം നിങ്ങൾ അതിന് ചുമതല എടുക്കും എന്നറിയാൻ ഇതുവരെ അതിൽ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്? വെരി ഗുഡ് ജെയിംസ് ചേട്ടാ. അടുത്ത നമുക്ക് 3 ദിവസം പരിപാടികളുള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റേജിൻ്റെ കാര്യമൊക്കെ എല്ലാ പണിയും കഴിയും. ഓക്കെ 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 വെരി ഗുഡ് 3 ദിവസം നമ്മുടെ ഇടവാംഗങ്ങൾക്ക് ആദ്യത്തെ കുർബാന കഴിയുമ്പോൾ വൈകിട്ട് 3 ദിവസം നമുക്ക് ചെറിയ ഭക്ഷണം കൊടുക്കാൻ നമ്മളറിയാലോ. അത് ഏർപ്പാടുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഒക്കെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അതായത് വെള്ളി ശനി ഞായറായിട്ട് നമ്മുടെ പെരുന്നാളോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണത്. അതായത് 3 ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യവും ഓക്കെയാണ്. അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമ്മൾ ലഘുഭക്ഷണമായിട്ടാണ് ചെയ്യണത്. ഇവിടെ ഞായറാഴ്ച തിരുനാൾ കുർബാന കഴിഞ്ഞതിന് ശേഷം വരുന്ന ഭക്ഷണത്തിന് നമ്മൾ ഒന്നുകൂടി നല്ല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേത് ഭക്ഷണം മാത്രം അറേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം പോരാ. നമ്മൾ കുടുംബമായിട്ടൊക്കെ എല്ലാവരും പള്ളിയിൽ വന്നാലേ നമ്മൾ ചെയ്തു വെക്കുന്ന കാര്യത്തിന് ചെയ്യുന്നവർക്കും എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും അതിന് സഹകരിച്ച് കയറി വരണം. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ പരിപാടിക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ജോൺസൊക്കെ അപ്പോൾ എങ്ങനെയാ പെരുന്നാളല്ലേ, നമുക്ക് വെള്ളി ശനി ഞായറും ഫുഡ് അടിച്ച് പൊളിക്കും. ശനിയാഴ്ച വൈകിട്ട് 7:30 ഇവിടെ കർശ പ്രാർത്ഥന ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 7:45 പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നഗാരത്തോടു കൂടി പ്രദർശനം തുടങ്ങും. അപ്പം അതിനുള്ള സെറ്റപ്പൊക്കെ എല്ലാം റെഡി ആയിട്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് മെഴുതിരിയുടെ സ്റ്റാൻഡ് ഓൾറെഡി നമ്മുടെ കപ്പ്. അപ്പോൾ അതിൻ്റെ മെഴുതിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്വർണ്ണക്കുരിശ് 2 പള്ളിയിലായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. മൊത്തം 3 കുരിശുണ്ടാവും. 3 കുരിശുണ്ടാവും. അത് നമ്മൾ കുരിശെടുക്കും. പിന്നെ കുടകൾ ടൈറ്റുണ്ട്, ഭയങ്കര കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. നല്ല നമുക്ക് ഇത് കുട അത് സംഘടിപ്പിക്കണം, അത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയുന്നത് നമ്മുടെ ജോയിന്റ് കൺവീനറായിരുന്നു നമ്മുടെ തോട്ടത്തിൽ ഒരു അവലോകനം എന്ന് കിട്ടിയാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച 7 മണിക്ക് കുർബാന. അതിൽ നമ്മുടെ തിരുമേനിയാണ് വരുന്നത്, കുർബാനയ്ക്ക് വരുന്നത്, തിരുമേനി വരുന്നത്. അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം നമുക്ക് സ്നേഹം വരുന്ന എല്ലാ ദിവസമുള്ളമാരുണ്ടായിരിക്കും. പിന്നെ അതിന് ശേഷം നമുക്ക് 3 മണിക്ക് മംഗളസമാജത്തിൻ്റെ ടീ സ്റ്റോൾ വളരെ ഗംഭീരമായിട്ട് അവരത് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതുമാതിരി ഈ വർഷവും അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 6:30ക്ക് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെയും ഇടവക അംഗങ്ങളുടെയും എല്ലാവരുടെയും കൂടിയിട്ടുള്ള കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കാനായിട്ട് കടിഞ്ഞാണിട്ട് ചുക്കാൻ പിടിക്കാനായിട്ട് നമ്മുടെ ഇടവക അച്ഛനും എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ കളിക്കാരന്മാരും പാരൻസ് കൗൺസിൽ മെമ്പർ ഇവിടെ കൺവീനർ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുനാള് ജനുവരി 30, 31, ഫെബ്രുവരി 1-ാം തീയതി നർസൈ പള്ളി തിരുനാൾ.